MA ബേബിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. MA ബേബി പത്രസമ്മേളനത്തിൽ ഈ കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനം MV ഗോവിന്ദൻ മാഷും ഉണ്ട് കൂടെ. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആവർത്തിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് മെയ്വഴക്കത്തോടെ ഒഴിഞ്ഞു മാറിയ ചോദ്യം ഇതാണ്: ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമോ? എന്താ സംശയം? വരും. അങ്ങനെയാണെങ്കിൽ ആ ഇടതുപക്ഷത്തെ നയിക്കുന്നത് പിണറായി വിജയനായിരിക്കുമോ? തീർച്ചയായിട്ടും നയിക്കുന്നത് പിണറായി വിജയനായിരിക്കും. അടുത്ത ചോദ്യം: പിണറായി വിജയൻ മത്സരിച്ചുകൊണ്ട് നയിക്കുമോ? അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയുണ്ടായത്. CPM-ഉം ഇടതുപക്ഷവും നേരിടുന്ന ഒരു ക്രൈസിസ് ആണ് ഇത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി വരും എന്ന ഒരു ഇമേജ് കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? ആ കൺഫ്യൂഷൻ ഉണ്ട് അകത്ത്. രണ്ട്, പാർട്ടിക്കകത്ത് തന്നെ പിണറായി വിജയനെ ഇങ്ങനെ മേയാൻ വിട്ടാൽ, സംസ്ഥാനവും പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ രണ്ടും ഇല്ലാതാകുമോ? രണ്ടും നഷ്ടപ്പെടുമോ? പാർട്ടി ഇല്ലാതാകുമോ? ഒപ്പം ഭരണവും നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. അതുകൊണ്ട് വളരെ സമർത്ഥമായി പിണറായി വിജയൻ ഉണ്ടാകുമെന്നൊരു ഇമേജ് വരുത്തുകയും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയത്ത് ക്യാമ്പയിനർ മാത്രമായി പിണറായി വിജയൻ മാറുകയും ചെയ്യുമോ എന്ന ആശങ്കയൊക്കെയാണ് ഇന്നത്തെ ബേബിയുടെ സ്റ്റേറ്റ്മെൻറ്റുമായി നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്ന ചർച്ച. ചോദ്യം ഇതാണ്: ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരുമോ? വരുമെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ ABC-യുടെ സംവാദത്തിൽ എന്നോടൊപ്പം ഉള്ളത്. ജ്യോതിർ ഘോഷ് സാറ് മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, ഒപ്പം പ്രശാന്ത് പ്ലാന്തോട്ടം ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ജ്യോതിർ ഘോഷ് സാർ എങ്ങനെ കാണുന്നു? ഇതിനകത്ത് ഇപ്പം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, അല്ലെ CPM എന്ന് പറയുന്നത് കേരളത്തിലാണ്. അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയാണ്. അപ്പോൾ കേരളത്തിലെ CPM എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. കഴിഞ്ഞ 2.25 നൂറ്റാണ്ടിലേറെയായിട്ട് നമ്മളുടെ ഈ CPM പിണറായി വിജയൻ്റെ കയ്യിലാണ്. ഇതിനിടയ്ക്ക് VS അച്യുതാനന്ദൻ്റെ ചില ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു തവണ മുഖ്യമന്ത്രിയായി, പിന്നെ പ്രതിപക്ഷ നേതാവായി. അതല്ലെങ്കിൽ പാർട്ടി ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഇന്നും ഇന്ത്യയിലെ VS ഭരിക്കുമ്പോഴും പിണറായിയുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്. മാത്രമല്ല, VS അച്യുതാനന്ദനെ ശ്വാസം വിടാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 4 നൂറ്റാണ്ടിലേറെയായിട്ട് പാർട്ടി CPM എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കയ്യിലാണ്. പിണറായി വിജയനാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് CPM എന്ന് പറയുന്നത്. ആ ഇന്ത്യയിലെ CPM-ന്റെ രൂപമായ പിണറായി വിജയന്റെ അപ്പോയിന്റിയാണ് MA ബേബി എന്ന് പറയുന്ന അഖിലേന്ത്യാ നോമിനിയാണ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന MA ബേബി. അപ്പൊ അതിനകത്ത് MA ബേബിയുടെ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോ MA ബേബിയുടെ പലപ്പോഴും നമ്മൾ പ്രസ്താവനകൾ കേൾക്കുന്ന സമയത്ത് ഒരു കൗതുകം എന്ന് വെച്ചാൽ ഏറ്റവും വളരെ ലളിതമായ ഒരു സംഗതി എങ്ങനെ വളരെ വളച്ചൊടിച്ച് മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത, കേട്ട് കഴിഞ്ഞാൽ ഒരു മനസ്സിലാവാത്ത രീതിയിൽ സിമ്പിളായ കാര്യത്തെ എങ്ങനെ സങ്കീർണമാക്കാം മനസ്സിലായില്ലേ? അതിന്റെ ഒരു കലയാണ് ശരിക്കും ബേബി എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നും ബേബി ഒരു കാര്യം പോലും നേരെ പറയത്തില്ല. എല്ലാം ഇങ്ങനെ വളച്ചൊടിച്ച്, അതേപോലെ ഭാഷയ്ക്ക്, മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ ഈ വട്ടെഴുത്ത് ഭാഷയാണ്. അത് വട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വട്ടത്തിലുള്ള അത് ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ബേബി മലയാളം സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ദീർഘചതുര സമചതുര ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ മൂലകളാണ് സംഭാഷണം. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാൻ രസമുള്ള സംഭവത്തിലാണ്. ബേബിയുടെ പത്രസമ്മേളനത്തിന് ആ ഒരു പ്രസക്തി മാത്രമേ ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും ഉള്ളൂ. അല്ലാതെ ബേബിയുടെ ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഒരു നിലപാട് നമ്മൾ ആലോചിച്ച് നോക്കും. പിണറായി വിജയൻ എടുത്തിട്ടുള്ള നിലപാടുകൾ, അതുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഈ പിണറായി വിജയൻ ഇന്നൊന്നും മാറിക്കഴിഞ്ഞാൽ CPM എന്ന് പറയുന്നത് ആര് നയിക്കുമെന്ന് ആലോചിച്ച് നോക്കും. ശൈലജ ടീച്ചർ നയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് CPM മാറിക്കഴിഞ്ഞു. അപ്പൊ പിണറായി വിജയൻ ഉള്ളത്തോളം കാലമാണ് CPM-ന് ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുക. അപ്പൊ ബേബിയുടെ നിലനിൽപ്പ് പോലും സത്യത്തിൽ അങ്ങനെ ആക്കി തീർത്തതല്ലേ പാർട്ടി? തീർച്ചയായിട്ടും പിണറായി വിജയനേക്കാൾ കേമന്മാരും പിണറായി വിജയനേക്കാൾ കാലിബർ ഉള്ളവരും അല്ലേ CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മഹാഭൂരിപക്ഷം പേരും? കാലിബർ ആണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അശാസ്ത്രീയമായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പാർട്ടിയല്ലേ? സംഘടനാ അതിന്റെ തത്വശാസ്ത്രം അതല്ലേ? തികച്ചും യാന്ത്രികമായ ഒരു സംഗതിയാണ്. ഒരു യന്ത്രത്തിന് ഈ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഫിസിക്സിൽ പഠിക്കുന്നത്. നമ്മൾ ഫിസിക്സ് വിദ്യാർത്ഥി അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ ഫിസിക്സ് വിദ്യാർത്ഥിയാണ്. ഡിസിപ്പേഷൻ ഓഫ് എനർജി.
അപ്പൊ യന്ത്രങ്ങളെല്ലാം എത്ര വർഷം ഇത് എങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാലും അത് ദ്രവിക്കും. അത് ദ്രവിച്ചത് സ്വാഭാവികമായിട്ട് ഇല്ലാണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ യാന്ത്രികതയുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നമ്മൾ 2022 നൊബേൽ സമ്മാനം എടുത്തു നോക്കുക, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്. ആ ഒരൊറ്റ ശാസ്ത്ര കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലും ചിന്തിക്കുകയാണെങ്കിൽ തികച്ചും അശാസ്ത്രീയമായ ഒരു പാർട്ടിയാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസത്തിൻ്റെത്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച ആഗോളതലത്തിൽ തന്നെ ശാസ്ത്രീയമായി തകരുന്നതാണെന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും, സംശയം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശാസ്ത്രീയമാണ്. ശാസ്ത്രത്തിന്റെ ഇതിൽ നോക്കുന്ന സമയത്ത് അശാസ്ത്രീയമാണ്. പക്ഷേ സാറേ, ഒരു സംഘടനയുടെ ഒരു മൊബിലൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു സ്വപ്നമാണല്ലോ. അതെ, ജാതിരഹിതവും മതാതീതവുമായ ഒരു മനുഷ്യ സമുദായം എന്ന സ്വപ്നം. ഒപ്പം എന്റെ കഴിവനുസരിച്ച് ഞാൻ അധ്വാനിക്കും, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുക്കും. ഓക്കെ, ഇതിന് തുല്യമായ ഒരു സ്വപ്നം, ഞാൻ പറയുന്ന കൺസെപ്റ്റ് പകരം വെക്കാനുണ്ടോ? ഞാൻ സിമ്പിളായിട്ട് മാഷിനടുത്ത് ഒരു കാര്യം ചോദിക്കുക. കേരളത്തിലെ നവോത്ഥാനം ശ്രീനാരായണ ഗുരു മുമ്പോട്ട് വെച്ച തത്വം എന്താണ്? വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് MA ബേബിയുടെ കണക്ക് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മനുഷ്യൻ, അതായത് മനുഷ്യനിലെ മനുഷ്യ ഗുണത്തെ പുറത്തേക്ക് കൊണ്ടുവരിക. കറക്റ്റാണ്, മനസ്സിലായി? ആ മനുഷ്യനിലൂടെ മനസ്ഥിതി മാറുക, വ്യവസ്ഥിതി, മനുഷ്യന്റെ ഗുണത്തെ പുറത്തേക്ക് കൊണ്ടുവരിക. ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിൽ അവന്റെ ഗുണത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു കുടുംബനാഥൻ, അതല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അയാളുടെ മനുഷ്യത്വ ഗുണത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ മനുഷ്യ ഗുണം വ്യാപിക്കും. ആ മനുഷ്യ ഗുണത്തിൻ്റെതായ നന്മവശങ്ങൾ അടങ്ങിയ വ്യക്തി സമൂഹത്തിലേക്ക് വരുമ്പോൾ സാമൂഹികമായ ഇടപെടലുകളിൽ അവന്റെ മനുഷ്യത്വ ഗുണം പ്രകടമാകും. അതിലൂടെ ഒരു സമൂഹം രൂപപ്പെടുന്നു. ആ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായിട്ട് മനുഷ്യത്വം പ്രവർത്തിക്കുന്നു. അതിനെയാണ് ജനായത്വം എന്ന് പറയുന്നത്. ജനാധിപത്യമല്ല, ജനായത്വ സംവിധാനം എന്ന് പറയുന്നത്. മറിച്ച് ജനാധിപത്യത്തിലൂടെ നമ്മൾ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ യാന്ത്രികതയിലൂടെ നമുക്ക് ജൈവമായതിനെ കണ്ടെത്താനുള്ള ശ്രമമായി പോകും. അവിടെയാണ് ഇപ്പം ശ്രീനാരായണ ഗുരുവിന്റെ നവോത്ഥാനം അത് മുമ്പോട്ടേക്ക് തത്വമുണ്ട്. കമ്മ്യൂണിസം മുമ്പോട്ടേക്ക് തത്വമുണ്ട്. കമ്മ്യൂണിസം കോൺഗ്രിഗേഷനാണ് അഡ്രസ്സ് ചെയ്യുന്നത്, സമൂഹത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. മറിച്ച് മാനവികത എന്നുള്ള മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്നു. സാറ് പറഞ്ഞു വരുന്നത് പിണറായി വിജയൻ സ്വാഭാവികമായി അശാസ്ത്രീയമായ ഒരു ആശയാടിത്തറയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് തീർച്ചയായിട്ടും കേരളത്തെ അത്ര തന്നെ യാന്ത്രികമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണെന്നാണോ സംശയം? അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്നൊരു വ്യക്തിയിലേക്ക് ഈ പാർട്ടി ഒതുങ്ങിയത്. തത്വശാസ്ത്രത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെ പോരില്ലായിരുന്നു. ഇപ്പൊ കോൺഗ്രസ് ഇത്രയധികം ശിഥിലമായെങ്കിലും, പേരിന് പോലും ഇല്ലെങ്കിലും, അതിന്റെ വേരോടെ കിടക്കുകയാണ്. ബേബിയോട് ഇപ്പൊ ജനം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പിണറായി വിജയൻ ഇല്ലാതെ ഇടതുപക്ഷത്തിന് ജയിക്കാനാവൂ? ഇടതുപക്ഷം അധികാരത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ മാഷയാണ് എഴുതി ഒപ്പുവെച്ചോളൂ, പിണറായി വിജയൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകും. അക്കാര്യത്തിൽ സംശയം വേണ്ട. പ്രശാന്ത് സാർ എങ്ങനെ കാണുന്നു അതിനെ? തീർച്ചയായിട്ടും നമ്മൾ എത്ര ഈ ബേബി പറഞ്ഞാൽ, ബേബിയെ കൊണ്ട് പറയിക്കുകയാണെങ്കിൽ മാധ്യമങ്ങൾ ബേബിയുടെ മുമ്പിൽ എത്തിച്ചത് പിണറായിയാണ്. പിണറായി എന്ന് പറയുന്ന ആൾ അദ്ദേഹം പറഞ്ഞതുപോലെ ആകപ്പാടെ ഇന്ത്യയിൽ ഇനി അവശേഷിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു സംസ്ഥാനം, ഇത് പിടിച്ചു നിർത്തി കൊടുക്കുന്നത് പിണറായിയാണ്. നമുക്കറിയാമോ, ഈ കേരളത്തിൽ നിന്നുള്ള ഫണ്ട് പിണറായിയുടെ ഫണ്ടാണ്. ഈ ഒരു വട്ടം പരാജയപ്പെട്ടതും പശ്ചിമ ബംഗാളിൽ അല്ലെങ്കിൽ ത്രിപുരയിൽ ഒക്കെ 2-3 വട്ടം വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിനും കമ്മ്യൂണിസ്റ്റ് തിരിച്ചു വരുമെന്ന് പരീക്ഷിക്കുന്നതിനും ഫണ്ട് ഉണ്ടാക്കി കൊടുത്തത് കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കമ്മിറ്റിയും പല കമ്മിറ്റികളുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം കസ്റ്റോഡിയൻ കേരളമാണ്. പിണറായി വിജയൻ ഞാൻ പറയുന്നില്ല, കേരളമാണ്. കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരേ ഉള്ളൂ. മനസ്സിലാവുന്നത്? അപ്പൊ ഇതിനകത്ത് നമ്മൾ എത്ര പറയുമ്പോഴും ഈ അടുത്ത പ്രാവശ്യം ഈ 3ാമത് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലീഡർ ഇന്നാളാണെന്നുള്ള രീതിയിൽ നയിച്ചാൽ മാത്രമേ കേരളത്തിൽ CPM അധികാരത്തിൽ വരത്തുള്ളൂ. അതിന് തർക്കമൊന്നുമില്ല. അതിനകത്ത് ഇത് ഈ പറഞ്ഞ മനോരമ ചെയ്തിരുന്ന ഒരു ജോലിയാണ്. VS എന്ന് പറയുന്ന അതികായകനാണ്, CPM മോശമാണ്, എഴുതുന്ന അറിയത്തില്ല. അപ്പം VS മരിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ വരും. ആരാ? പണ്ട് അതിന് മുമ്പ് നയനാർ വരും. നയനാർ അതികായകനാണ്. അപ്പം അതിൻ്റെ അർത്ഥം ബാക്കി CPM എല്ലാം മോശമാണെന്ന്. സാറി ചോദിച്ചു, ഇതിനെക്കാട്ടി വലിയ ആൾക്കാർ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലയോ എന്ന് ചോദിച്ചോ. ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ അവസ്ഥയിൽ വരത്തില്ല. ഈ 15 കൊല്ലം ഈ പാർട്ടിയെ നമ്മൾ മനസ്സിലാക്കണ്ടേ. പിണറായിയുടെ 15 കൊല്ലം ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് അദ്ദേഹത്തിന് ഇരിക്കണമെങ്കിൽ പാർട്ടിയെ പറ്റി അറിയാമല്ലോ, ഇപ്പോഴും അറിയാമല്ലോ. അതിനകത്തെ എല്ലാ മെയ്വഴക്കവും ഈ 150 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് അത്രേ ഓരോരുത്തരും ഒന്നുകൊന്നൊക്കെ മെച്ചാ. അവരെ എല്ലാം അതിജീവിച്ച് അവരെല്ലാം ലീഡറായിട്ട് അംഗീകരിക്കണം.
ഈ അശാസ്ത്രീയമായ യാന്ത്രികതയാണ് പിണറായിയുടെ കരുത്ത്. ആയിക്കോട്ടെ, അത് എന്തായാലും അത് ആ യാന്ത്രികതയാണോ നമുക്ക് വേണ്ടത്, അതോ മാനവികതയാണോ? മാനവികതയ്ക്കും രാഷ്ട്രീയക്കാരന് സാറി പറയുന്നത് പോലെ മാനവികതയും യാന്ത്രികതയും ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് പല രീതിയിലുള്ള മെയ്വഴക്കം ഉണ്ടാകും. കവിക്ക് കവിത എഴുതാം, മനസ്സിലായി, ഇതിൽ പേപ്പറിൽ വിട്ടാൽ മതി, അംഗീകാരം മേടിച്ചാൽ. ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരുന്നത് നമ്മൾ നോക്കിയാൽ മതി. അതിനകത്ത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും പല മേഖലയിൽ കൂടി പല മെയ്വഴക്കങ്ങളിൽ കൂടി അത് നയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ മാനവികതയെന്നും അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഒന്നും വർക്കൗട്ട് ആവത്തില്ല പല രീതിയിൽ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ പാർട്ടി ഇല്ലായ്മയാകുന്ന അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ പാർട്ടിക്കാർക്ക് പോലും നാളെ കാലത്തെ ഉണ്ടാകുമോ എന്ന് സംശയം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. പാർട്ടി തീർന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് അറിയാമല്ലോ, പശ്ചിമ ബംഗാളിൽ പാർട്ടി തീർന്ന എന്താ ഒരു തീരുമാനമാണ്. ഏത് തീരുമാനം? സിംഗു. അതുപോലെ അദ്ദേഹത്തിന്റെ അറിയാമല്ലോ, തല 9 വെട്ടിക്കീറിയ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, TP ചന്ദ്രശേഖരന്റെ കേസ്. ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ടർ 1 മാസം ചർച്ച ചെയ്ത് പാർട്ടി തീർന്നതാ. അന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടി കേരളത്തിൽ ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തിയതിന്റെ കെയർ ഓഫിലാണ് ഈ പാർട്ടി മെമ്പറാണ്. നിങ്ങൾ വെളിയിൽ ആൾക്കാരുടെ ആയിരുന്നു, പാർട്ടി മെമ്പർമാരാണല്ലോ. പാർട്ടി മെമ്പർക്കാർ പൂർണ്ണ കൺഫ്യൂഷനായി, ഇനി ഉണ്ടാകുമോ? പരസ്പരം അവർ മുഖത്തോട് മുഖം നോക്കി മനസ്സിലും അല്ലെങ്കിൽ അറിയാവുന്ന ഒരു തമ്മിലും ചോദിച്ചു തുടങ്ങി. അന്നേരം ഇദ്ദേഹം വന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, എന്ത് സംഭവിക്കാം, അദ്ദേഹത്തിന്റെ ഒരു സംസാരം ഉണ്ടല്ലോ. ആ സംസാരത്തിൽ നിന്നാണ് ആ ഒരു ഊർജ്ജത്തിൽ നിന്നാണ് ഈ പാർട്ടി തിരിച്ചു വന്നത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പക്ഷേ പാർട്ടി പോരല്ലോ സാർ, കൂടെ ജനം വേണ്ടേ? ജനം ഇതുവരെ ഉണ്ടായതുപോലെ ഇനിയും ഉണ്ടാവും. ആ ജനത്തിനെ ഉണ്ടാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനാണോ? സാർ വിചാരിക്കുന്നത് പോലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. പിണറായി വിജയന് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ബന്ധങ്ങളുണ്ട്. പിണറായി വിജയന് തിരുമേനിമാരുടെ ബന്ധമുണ്ട്, പിണറായി വിജയൻ NSSനകത്ത് ബന്ധമുണ്ട്, പിണറായിക്ക് SNDPക്കകത്ത് ബന്ധമുണ്ട്. ഇത് പിണറായിയെ ദീർഘമായിട്ട് അറിയുന്നവർക്കറിയാം. അതിനപ്പുറം ഉള്ള ഒരു നേതാവ് ഇന്ന് അയാൾ ഇരിക്കുമ്പോൾ മാറ്റി നിർത്തി CPMന് മത്സരിപ്പിക്കാനില്ല, അതിന് CPM തയ്യാറാവത്തുമില്ല. അങ്ങനെ മത്സരിപ്പിച്ച് പിണറായിയെ മാറ്റി നിർത്തി വേറൊരാളെ അല്ലെങ്കിൽ മത്സരിപ്പിച്ചാൽ CPM അധികാരത്തിൽ വരത്തില്ല. കാരണം അതിന് യാതൊരു തർക്കവും. ഇവിടെ വേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കേരളത്തിലെ ജനങ്ങളെ കാണാതിരിക്കരുത്. ഉദാഹരണത്തിന് മമ്മൂട്ടിയും മോഹൻലാലും 2 സൂപ്പർ സ്റ്റാറുകളാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വേറൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു. അതാണ് ഈ അടുത്തിടെ മരിച്ച ശ്രീനിവാസൻ. ശ്രീനിവാസന് ശാരീരിക സൗന്ദര്യമില്ല, ശാരീരികമായ ഉയരവോ വീതിയോ നീളമോ ഒന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ശ്രീനിവാസൻ ഈ 2 സൂപ്പർ സ്റ്റാറുകളുടെയും മുകളിലേക്ക് കയറി? അവർക്ക് പോലും സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ ഇതൊക്കെ തന്നെയാണെങ്കിലും ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ഇപ്പോഴും മലയാളി ഒരു വൃത്തിയോട് ആരാധന മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. സ്വയം വൃത്തിയാകാൻ പറ്റില്ലെങ്കിലും വൃത്തി അവൻ ഇഷ്ടപ്പെടുന്നു. ആ വൃത്തികേടുകൾ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അവൻ ആ വൃത്തികേടുകളോട് സ്വയം വൃത്തികെട്ടവനാണെങ്കിൽ പോലും വൃത്തിയോടുള്ള ഒരു എന്താ പറയുക, ഒരു ആഭിമുഖ്യം കൊണ്ട് അവൻ മറിച്ച് ചിന്തിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷെ വന്ന് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വന്ന് ഈ വൃത്തികെട്ടവനും ക്രിമിനലുകളും എന്തും ചെയ്യാൻ മടിക്കാത്തവരും 51 വെട്ടിയിട്ട് എതിരാളിയെ കൊല്ലുന്നവരും ഒക്കെയാണ് വീരൻ എന്ന ഒരു സങ്കല്പം ഇപ്പൊ സാറ് കൃത്യമായി പ്രകടിപ്പിച്ചതുപോലെ മലയാളിയുടെ മനസ്സിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ആ സങ്കല്പത്തിന്റെ കൂടെ നിൽക്കണമോ? എവിടെയെങ്കിലും വെച്ച് മലയാളിയുടെ ഉള്ളിലെ ഈ ശുദ്ധിബോധം പുറത്തു വരണമോ? അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, തീരുമാനിക്കുന്നത്. അല്ല, കേരളത്തിലൊരു പൊതുസമൂഹം ഉണ്ടല്ലോ. നമ്മുടെ ഏത് സമൂഹത്തെ മുമ്പോട്ട് നയിക്കേണ്ടത്, അതിന്റെ ചില വാല്യൂസിനെ നിശ്ചയിക്കുന്നത് അവിടുത്തെ സാംസ്കാരിക ലോകമായിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം എനിക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ വയലാർ അവാർഡ് വാങ്ങിച്ചൊരു നോവൽ, സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിച്ചൊരു നോവൽ, മാധ്യമങ്ങൾ വളരെ ഉദാത്തമെന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഒരു നോവൽ, ഇത് ആ ഒരു നോവൽ ഒരു വിദ്യാർത്ഥിക്ക് ഇന്ന് വീട്ടിലിരുന്ന് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയ്ക്ക് അശ്ലീലമാണ് അതുള്ളത്. അപ്പൊ അതിന് അത്ര അശ്ലീലം എഴുതിയ ഒരു സാഹിത്യകൃതിക്ക് വയലാർ അവാർഡും സാഹിത്യ അക്കാദമി അവാർഡും കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് അതിന് ഏത് വൃത്തികേട് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ വൃത്തികേടിന് ഭയങ്കരമായ ഒരു, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ മാനുഷികമായ മൂല്യങ്ങൾ കൊണ്ട് സാധ്യമല്ല. വൃത്തികേടിന് ബൗദ്ധികമായ പരിവേഷം കൊടുക്കുന്നു. അതാണല്ലോ അന്റോണിയോ ഗ്രാംഷി പറഞ്ഞത്, ലെജിറ്റിമൈസേഷൻ. ഒരാളെ കൊല്ലാം, പക്ഷെ അത് രാഷ്ട്രീയമായ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ ആ കൊല ഭയങ്കര അന്തസ്സുള്ളതായി മാറുന്നു. ഒരു വിശപ്പ്, അതുപോലെ നീതി, ഇവയോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് വേറൊരുത്തനെ കൊന്നു കഴിഞ്ഞാൽ അത് ലെജിറ്റിമൈസ് ചെയ്യപ്പെടുന്നു. ആ പാവം അന്റോണിയോ ഗ്രാംഷി ജയിലിൽ കിടന്ന് എഴുതി വെച്ച സാധനമാണ്. അതാണ് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്ത സാധനം. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ മാറേണ്ട ഒരു ഘട്ടമാണ്, മാറിക്കൊണ്ടിരിക്കുന്നു മലയാളികൾ.
പക്ഷെ സ്വാഭാവികമായിട്ടും പക്ഷെ ഈ ഒഴുക്കിൽ ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ഈ ഒഴുക്കിൽ സാറ് പറയുന്നത് ഇത് യാന്ത്രികമായ ഒരു ഒഴുക്കാണ്. അതെ, ആ ഒഴുക്കിൽ ഈ ഒഴുക്കിനെ നയിക്കാൻ പിണറായിയെ പോലൊരു നേതാവ് തന്നെ വേണം. മറിച്ച് ആ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന മട്ടിലുള്ള ഒരു പ്രതിചിന്ത കേരളീയ പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരുമോ എന്നാണ് ചോദ്യം. അങ്ങനെ വന്നാൽ തന്നെ ആരെ ജയിപ്പിക്കുമെന്ന മറുപക്ഷത്തുള്ള ചോദ്യമുണ്ട്. പക്ഷേ സമീപ കാലഘട്ടത്തിലൊന്നും ഒരു കേരളത്തിലൊരു വലിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണിപ്പോൾ 3 രാഷ്ട്രീയ കക്ഷി, ഇപ്പം പിന്നെ LDF ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്. ഈ 3 പേരും ഒരേ മാനസികാവസ്ഥയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. മലയാളി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അവസ്ഥയിലേക്ക് എത്തി. 3 കൂട്ടരും കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ, പുതിയ തലമുറയുടെ ഇടയിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവരുടെ വായനാശീലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് സൊസൈറ്റിയാണ്, അത് മാറ്റങ്ങളും ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഒരു CPM-ന്റെ കാര്യം മാഷ് നേരത്തെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഈ താത്വികമായ സംഗതി, നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ചെറിയ ചിപ്പിന് കൈകാര്യം ചെയ്യുന്ന വിഷയം അതിൽക്കുള്ളവർക്ക് പറയാൻ പറ്റത്തില്ല. അത് കറക്റ്റ്, മനസ്സിലായില്ലേ? ഇപ്പം സുന്ദർ പിച്ച പറഞ്ഞിരിക്കുന്നു, ഇത് വെറും ഒരു ടൂളാണ്, വെറും ആയുധം മാത്രമാണ് ഗൂഗിൾ, അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിന് മുകളിലേക്ക് മനുഷ്യൻ വന്നെങ്കിൽ മാത്രമേ ഈ ടൂൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു മാറ്റത്തിലേക്ക് സൊസൈറ്റി പതുക്കെ, പുതിയ തലമുറ മാറും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുക. അപ്പോഴും കേരളീയ സമൂഹം അത്ര ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലേ? പൊളിറ്റിക്കലി നമ്മളെപ്പോഴും ചിന്തയിലാണ് ജീവിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഓരോ മലയാളിയും ഈ ചിന്ത കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ചിന്തയല്ല ലൈഫ് എന്ന് പറയുന്നത്. ചിന്തയുടെ ആബ്സെൻസിൽ ഉണ്ടാകുന്ന സംഗതിയാണ് ലവ്, സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ചിന്ത വരില്ല, ബുദ്ധി വേണ്ട, ഹൃദയം മതി. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവർ സാംസ്കാരികമായി വളരെ ഔന്നത്യത്തിലായിരിക്കും നിൽക്കുന്നത്. എഴുത്തും വായനയൊന്നും അറിയേണ്ട ആവശ്യമില്ല. മറിച്ച് എഴുത്തും വായനയും പാണ്ഡിത്യമുള്ള ഒരു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടകാരിയാണ്, കുറ്റവാളികൾ അവരാണ്. തീർച്ചയായിട്ടും ഇത് പല തലങ്ങളിലേക്ക് ഉയർന്നു പോയ ഒരു ചർച്ചയാണ്, പല തലങ്ങളിലേക്ക് സംസാരിക്കുന്നത്. അതെ, കേരളത്തെക്കുറിച്ച് ഇതൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ മാത്രമല്ല, കേരളത്തിന്റെ ചിന്തയും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ സമയത്ത് ഇനിയും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. പിണറായി വിജയനെ മുൻപന്തിയിൽ നിർത്താത്ത ഒരു ഇടതുപക്ഷത്തെക്കുറിച്ച് ഫോർ ദ ടൈം ബീയിങ് കേരളത്തിന് ചിന്തിക്കാൻ കഴിയില്ല, അല്ലെ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കാരണവശാലും ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല, അദ്ദേഹം അധികാരത്തിൽ വന്നുകൂടായില്ല. വരികൾക്കിടയിൽ MA ബേബി പോലും പിണറായി വിജയൻ ഈസ് ഡൺ, ഹീസ് നോ മോർ എന്ന മട്ടിലാണ് ചിന്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ ആ പത്രസമ്മേളനം കണ്ടാൽ വേണമെങ്കിൽ ആ പത്രസമ്മേളനം നടത്തിയാൽ പിണറായിയുടെ എതിർപ്പുള്ളവർക്ക് വിചാരിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി ബേബിക്ക് പോലും ചിന്തിക്കാം, പക്ഷേ സാധ്യമല്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ ബേബിയുടെ പത്രസമ്മേളനത്തിൽ കണ്ടത് ബേബിയുടെ ഒരു വ്യക്തി എന്ന നിലയിൽ ഭീതിയാണ് കണ്ടത്. ഈ ഭീതിയുള്ളവർക്കാണ് ഒരിക്കലും വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റാത്തത്. അവ്യക്തമായി ഒരു പിണറായി ഫോബിയ നമ്മൾ അതിനെ വിളിക്കാം. തീർച്ചയായിട്ടും വിളിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.